എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 6/6/2023 നടത്തിയ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് നോക്കാൻ പോകുന്നത്. എക്സാമിൻ്റെ കട്ട് ഓഫും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും വീഡിയോയുടെ അവസാന ഭാഗം നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹെർമൻ ഗുണ്ടർട്ട് കേരള പഴമ. സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോ ഡി വാർത്തേമ. സിൻ്റെ ഉത്തരം വരുന്നത് യാത്രാ വിവരണമാണ്. ഡി ഇബ്നു ബത്തൂത്ത. ഡിയുടെ ഉത്തരം വരുന്നത് റിബ്ല ആണ്. രണ്ടാമത്തെ ചോദ്യം. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. 1. ശ്രീനാരായണ ഗുരു. 2. ഡോക്ടർ പൽപ്പു. 3. കുമാരനാശാൻ. 4. TK മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവർ എല്ലാം SNDPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ഉഷ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിച്ചു. നാലാമത്തെ ചോദ്യം. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയുത്തരം തിരഞ്ഞെടുക്കുക. നാലാമത്തെ ചോദ്യം ക്യാൻസലായിപ്പോയ ഒരു ചോദ്യമായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. അതായത് ബോസ്റ്റൺ പ്രതിഷേധങ്ങളും അസഹനീയമായ ആക്ട്സുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ക്രിസ്റ്റീന ജോർജീവയാണ്. ഏഴാമത്തെ ചോദ്യം. ബ്രസീയ നിറച്ച അഗ്നിപർവ്വത പൈപ്പ് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള ദീർഘകാല മണ്ണൊലിപ്പിന് ശേഷം തുറന്നുകാട്ടപ്പെട്ടതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഡയഡ്രോം. എട്ടാമത്തെ ചോദ്യം ഒരു ക്യാൻസലായി പോയ ചോദ്യമായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പേഡി പ്ലെയിൻ. ഓപ്ഷൻ സി LC കിങ്. പെനെ പ്ലെയിൻ. ഓപ്ഷൻ 4 WBM ഡേവിഡ്. പ്ലാൻ പെയിൻ. ഓപ്ഷൻ 2 ക്രിക്മെ. നാലാമത്തെ ഫാൻ. ഓപ്ഷൻ 1 ലോസൺ. പത്താമത്തെ ചോദ്യം. ഗംഗയുടെ അലഹബാദ് ഹാൽഡിയ ഭഗീരഥി ഹൂഗ്ലി ഭാഗം ആണ്? ഓപ്ഷൻ ഡി ദേശീയ ജലപാത 1. 11ാമത്തെ ചോദ്യം. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി വെള്ളാനിക്കരയാണ്. 12ാമത്തെ ചോദ്യം. ഗ്രീൻപീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വിശാഖപട്ടണം. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. 14ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സ്കീമുകളും ഉദ്ദേശങ്ങളും ചേരുംപടി ചേർക്കുക. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ഡി, 2 സി, 3 ബി, 4 എ. 15ാമത്തെ ചോദ്യം. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അത് ഏതാണ്? 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സംയോജിത ഗ്രാമീണ വികസന പരിപാടി.
16-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. 2. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറുക. 3. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? 16-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 17-ാമത്തെ ചോദ്യം, 2011 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. അരി, പഞ്ചാബ് എന്നുള്ളത് തെറ്റുത്തരമാണ്. 18-ാമത്തെ ചോദ്യം, GST കൗൺസിലിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലാണ്. 18-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1st മഹാരാഷ്ട്ര, 2nd കർണാടക, 3rd ഗുജറാത്ത്, 4th തമിഴ്നാട്, 5th ഉത്തർപ്രദേശ്. 19-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം. 19-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. അതായത് പ്രവിശ്യകളിൽ ഡയാർക്കിയാക്കി നൽകിയിരിക്കുന്നു. 2ാമത്തെ, ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ഇവ രണ്ടുമാണ് ശരിയായ ഉത്തരം. 20-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത്? 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിൻ്റെ ഫലമല്ല. 21-ാമത്തെ ചോദ്യം, 1955 പൗരത്വ നിയമത്തെ പരാമർശിച്ച് താഴെ പറയുന്നവ പരിഗണിക്കുക. ഇന്ത്യയുടെ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ ഇവയാണ്. 1. ജനനം. 2. വംശപരമ്പര. 3. രജിസ്ട്രേഷൻ. 4. പ്രകൃതിവൽക്കരണം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി? 21-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. 22-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ സംബന്ധിച്ച് പ്രസ്താവനകൾ പരിഗണിക്കുക. 1. സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാവുന്നതാണ്. 2. ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി? 22-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1ഉം 2ഉമല്ല. 2 ഉത്തരവും തെറ്റാണ്. 23-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് കീഴിലുള്ള താഴെ പറയുന്ന വ്യവസ്ഥകൾ പരിഗണിക്കുക. 1ാമത്തെ പ്രസ്താവന, പൊതു തൊഴിലുകളിൽ അവസര സമത്വം. 2. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 3. നിയമത്തിനു മുന്നിൽ സമത്വം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്നത്? 23-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം. നിയമത്തിനു മുന്നിലുള്ള സമത്വം വിദേശ പൗരന്മാർക്ക് ലഭ്യമാകുകയില്ല. 24-ാമത്തെ ചോദ്യം, പാർലമെൻറ്റിൽ 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം അടുത്തിടെ ഭേദഗതി ചെയ്തത്? ഓപ്ഷൻ സി മണി ബില്ലായിട്ടാണ്. 25-ാമത്തെ ചോദ്യം, കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? 25-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2, 3, 4 എന്നിവ ശരിയാണ്. 26-ാമത്തെ ചോദ്യം, 1ഉം 2ഉം അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരി എന്ന് കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന, കേരളത്തിൽ കാർഷിക മേഖലയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും തൊഴിലാളികളുടെ പങ്കാളിത്തം കുറഞ്ഞു വരുന്നതോടൊപ്പം വർഷങ്ങളായി കാർഷിക മേഖലയിൽ നിന്ന് തൊഴിലാളികളുടെ വലിയ തോതിൽ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസ്താവന 2, സമ്പദ് വ്യവസ്ഥയിൽ നിർമ്മാണ സേവന മേഖലകൾ നൽകുന്ന സംഭാവന കേരളത്തിൽ കൂടുതലാണ്. 26-ാമത്തെ ചോദ്യത്തിൻ്റെ
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. എന്നിൽ ഒന്നിൻ്റെ ശരിയായ കാരണം 2 അല്ല. 27ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്തിലെ താഴെ പറയുന്ന ഗവേണൻസ് സംരംഭങ്ങളിൽ ഏതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് 27ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. 28ാമത്തെ ചോദ്യം. കേരള ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഇവയെല്ലാം തെറ്റാണ്. ഇവയൊന്നുമല്ല. 29ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. 30ാമത്തെ ചോദ്യം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് താഴെ പറയുന്ന ഏത് വകുപ്പാണ്? 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. കൃഷി വകുപ്പാണ് ഇതിൻ്റെ ഘടക ഏജൻസിയായി പ്രവർത്തിക്കുന്നത്. 31ാമത്തെ ചോദ്യം. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. കോവിഡ്-19 ആണ്. 32ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണ്ണയത്തിൻ്റെ ഉചിതമായ ഉദാഹരണം? 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. 33ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലാത്തത്? 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി. 4 മാത്രം. നിർഭയ മാത്രമാണ് ഇതിൻ്റെ ഭാഗമല്ലാതെ വരുന്നത്. ബാക്കി 3 പദ്ധതികളും കേരള സാമൂഹ്യ മിഷൻ്റെ പദ്ധതികളാണ്. 34ാമത്തെ ചോദ്യം. 1ഉം 2ഉം അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരി എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ കൂടുതലാണ്. രണ്ടാമത്തെ പ്രസ്താവന. കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് സംസ്ഥാനത്തെ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കിനേക്കാൾ കൂടുതലാണ്. 34ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. 35ാമത്തെ ചോദ്യം. കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കനുസൃതമായി നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. 36ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അധികാരമല്ലാത്തത്? 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നും വിവരാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ വരുന്നതല്ല. ചോദ്യം നമ്പർ 37. ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. ADH ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്. 38ാമത്തെ ചോദ്യം. കുടലിന് ശരിയായി എന്താഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകരമായ അനീമിയ ഉണ്ടാകുന്നത്? 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. വിറ്റാമിൻ B12 ആണ് ഉത്തരമായി വരുന്നത്. 39ാമത്തെ ചോദ്യം. KFT വൈറസിൻ്റെ റിസർവോയർ? 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹാർഡ് ടിക്കുകൾ. 40ാമത്തെ ചോദ്യം. WHO അനുസരിച്ച് ഒമിക്രോൺ ഡാഷ് ആണ്? 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായ വേരിയൻറ്റ്. 41ാമത്തെ ചോദ്യം. ആർദ്രം മിഷനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത്? 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം. 42ാമത്തെ ചോദ്യം. ഏത് ഇടപെടലുകളാണ് സ്ട്രോക്കിൻ്റെ സംഭവങ്ങളും ആഘാതവും ഗണ്യമായി കുറയ്ക്കുന്നത്? 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി. ഇവയെല്ലാം. കമ്മ്യൂണിറ്റി ഇടപെടൽ, ജീവിതശൈലി പരിഷ്കരണം, ഫാസ്റ്റ് രീതിയിൽ പൊതു സാക്ഷരത വർദ്ധിപ്പിക്കുന്നു എന്നിവയെല്ലാം സ്ട്രോക്കിൻ്റെ ആഘാതം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. 43ാമത്തെ ചോദ്യം.
ജീവിയും പ്രാദേശിക സമൂഹവും തുറന്നു കാട്ടപ്പെട്ട മലിനീകരണത്തിൻ്റെ തോത് നിർണ്ണയിക്കപ്പെടുന്നത്. 43-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബയോ മോണിറ്ററിംഗ്. ചോദ്യം നമ്പർ 44. ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ സ്വീകർത്താക്കൾ മ്യൂക്കോസൽ ആൻറ്റിബോഡിയുടെ അളവ് വർദ്ധിപ്പിച്ചതായി കാണിച്ചു. 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ IgA ആണ്. 45-ാമത്തെ ചോദ്യം 40 kV ത്വരിതപ്പെടുത്തുന്ന സാധ്യതയുള്ള ഒരു എക്സ്-റേ മെഷീനിൽ നിന്നുള്ള വികിരണത്തിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം കണ്ടെത്തുക. 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.031 nm നാനോമീറ്റർ. 46-ാമത്തെ ചോദ്യം കാന്തിക ക്ഷേത്ര ശക്തിയുടെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ആംപർ/മീറ്റർ. 47-ാമത്തെ ചോദ്യം ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം താഴെ പറയുന്ന ഏത് പദപ്രയോഗത്തിലൂടെയാണ് പ്രതിനിധീകരിക്കുന്നത്? 47-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 48-ാമത്തെ ചോദ്യം റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത്? ഉത്തരം ഡി ആണ്, കുടുങ്ങിയ ഫോട്ടോണുകളുമായുള്ള പരീക്ഷണങ്ങൾക്കാണ്. 49-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധന അല്ലാത്തത്? 49-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സാൽക്കോവ്സ്കി ടെസ്റ്റ് ആണ്. മേയർ ഹാഗർ വാഗ്നർ ടെസ്റ്റുകൾ ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധനാ ടെസ്റ്റാണ്. 50-ാമത്തെ ചോദ്യം ഒരു വാൻ ഡെർ വാലിൻ്റെ വാതകത്തിൻ്റെ നിർമ്മാണ-ഊഷ്മാവ് 300 K ആണെങ്കിൽ നിർണ്ണായകമായ മർദ്ദം? ഉത്തരം ഓപ്ഷൻ സി 154 atm ആണ്. 51-ാമത്തെ ചോദ്യം ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രത്തിൽ 5-ാമത്തെ ഊർജ്ജനിലയിൽ നിന്ന് ആദ്യത്തെ ഊർജ്ജനിലയത്തിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ പരിവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത്? ഓപ്ഷൻ എ അൾട്രാവയലറ്റ് മേഖലയാണ്. 52-ാമത്തെ ചോദ്യം 2022 രസതന്ത്ര നൊബേൽ ജേതാക്കളിൽ 2-ാം തവണയും നൊബേൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയാണ്? ബാരി ഷാപ്ലെസ്. ഓപ്ഷൻ എ ബാരി ഷാപ്ലെസ്. 53-ാമത്തെ ചോദ്യം എസ്.കെ. പൊറ്റക്കാടിൻ്റെ അപ്രകാശിത കൃതിയുടെ പേര്? 53-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നോർത്ത് അവന്യൂ. 54-ാമത്തെ ചോദ്യം ഭാസൻ്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടി ഗണപതി ശാസ്ത്രിയാണ് ഭാസൻ്റെ നാടകങ്ങൾ കണ്ടുപിടിച്ചത്. 55-ാമത്തെ ചോദ്യം പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോയുടെ രചയിതാവ് ആര്? 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി PK ബാലകൃഷ്ണനാണ് പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന കൃതി രചിച്ചത്. 56-ാമത്തെ ചോദ്യം ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പ്രേരിപ്പിച്ച സ്ഥാപനം ഏതാണ്? 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സെബി ആണ്. 57-ാമത്തെ ചോദ്യം ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഗോലോ ഗെയിംസ് ആരംഭിച്ചത്? 57-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പൂനെയിലാണ് ഗോഗോ ഗെയിംസ് ആരംഭിച്ചത്. 58-ാമത്തെ ചോദ്യം സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ആരാണ്? 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജാക്ക് ഫോളിയാണ് സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത്. 59-ാമത്തെ ചോദ്യം കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി തൈക്കാട് അയ്യയാണ് കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ചത്. 60-ാമത്തെ ചോദ്യം ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? 60-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എ ആണ്. 61-ാമത്തെ ചോദ്യം ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? 61-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉമാണ്. ഹാർഡ് ഡിസ്കും DVDയുമാണ് ശാശ്വതമായി ഡാറ്റ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്നത്.
62-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയറുകൾ തിരഞ്ഞെടുക്കുക. 62-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, കീലോഗറാണ് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ. 63-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചേരുംപടി ചേർക്കുക. 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 എഫ് ഒറാക്കിൾ, RDBMS. 2 ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആണ്. 3 ജിംബ് ഇമേജ് എഡിറ്റിംഗറാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. 4 ആണ്. 64-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. 64-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, പരമാണ്. പരമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ. 65-ാമത്തെ ചോദ്യം, 2012-ലെ പോക്സോ നിയമത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തും. 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ 3 ശരി ഉത്തരമാണ്. 66-ാമത്തെ ചോദ്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികളായ ദേശീയ കൗൺസിലിൻ്റെ പ്രവർത്തനമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. 67-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശമല്ലാത്തത് ഏതാണ്? 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. സാധ്യമാകുന്നിടത്തോളം വിവിധതരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. 68-ാമത്തെ ചോദ്യം, 2005-ലെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബൗദ്ധിക സ്വത്തവകാശം ഉൾപ്പെടെ ഒരു പൗരനും വിവരങ്ങൾ നൽകാൻ ബാധ്യതയില്ല എന്നുള്ളത് തെറ്റായ ഒരു ഉത്തരമാണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, 1990-ലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 70-ാമത്തെ ചോദ്യം, 2022-ലെ കേരള യുക്ത ഓർഡിനൻസ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ലോകായുക്തയുടെ തീരുമാനം സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള ഓർഡിനൻസിന് യോഗ്യതയുള്ള അധികാരം നൽകുന്നു. ഇനി വരുന്നത് ഈ എക്സാമിന് ചോദിച്ച കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 644 ആണ്. 72-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 15 സെക്കൻഡാണ്. 74-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 45 ആണ്. 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2000 ആണ്. 76-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 9:55 AM. 77-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 7 കിലോമീറ്റർ. 78-ാമത്തെ ക്യാൻസലായി പോയ ഒരു ചോദ്യമാണ്. 79-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 80-ാമത്തെ ചോദ്യവും ക്യാൻസലായി പോയ ഒരു ചോദ്യമാണ്. ഇനി ഈ എക്സാമിന് ചോദിച്ച ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി ഈ എക്സാമിന് ചോദിച്ച മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 91ാമത്തെ ചോദ്യം, ശരിയായ പദം ഏത്? 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 92ാമത്തെ ചോദ്യം, സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് ഓപ്ഷൻ സി വിക്രേതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് അറിയപ്പെടുന്നത് വിക്രോതാവ്. 93ാമത്തെ ചോദ്യം, കുതിര എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അസിതം എന്നാൽ കുതിരയല്ല. ഗോടകം, വാജി, തുരകം എന്ന് പറഞ്ഞ കുതിരയുടെ പര്യായങ്ങളാണ്. 94ാമത്തെ ചോദ്യം, നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. നിരാമയത്തിൻ്റെ വിപരീത പദമാണ് ആമയം. 75ാമത്തെ ചോദ്യം, അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ ഡി കാടുകാട്ടുക എന്നാൽ അബദ്ധം പ്രവർത്തിക്കുക എന്നാണ്. തലമുടി എന്ന പദത്തിൻ്റെ സമാനമായ പദം. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കുന്തളം എന്നാൽ മുടി എന്നാണ് അർത്ഥം. 97ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. നെൽ പ്ലസ് മണി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നെന്മണി എന്നാണ്. 98ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തതേത്? 98ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തടിനി, തടിയൻ. 99ാമത്തെ ചോദ്യം, 8000 എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ n+1000 ആണ് 8000. 100ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഇതിൽ ശരിയായ വാക്യമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 മെയിൻ എക്സാമിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 43.33 ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 3785 കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് വളരെ കുറഞ്ഞൊരു എക്സാമായിരുന്നു ഇത്. ഡിഗ്രി ലെവൽ എക്സാമായിരുന്നു.